ഞാൻ തരുന്ന എത്ര രൂപയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇത്രയും ടിക്കറ്റ് മിച്ചം വന്നു. അപ്പൊ ഇത് ഇനി ക്യാഷ് തിരിച്ചു കിട്ടത്തില്ല? അത് കിട്ടിയത് അത് പോയത് തന്നെ കയ്യിൽ. അതിപ്പോൾ ഒരു പക്ഷേ വല്ലതും പ്രൈസ് അടിക്കുവാണെങ്കിൽ ചേട്ടന് കിട്ടും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങ് പോവും. അല്ലെങ്കിൽ ആ കാശ് പോകും. അപ്പൊ ഇത് ഇപ്പൊ എത്ര ടിക്കറ്റ് ഉണ്ട്? അത് പിന്നെ ഒരു 13 ടിക്കറ്റ് കണ്ടേക്കണം. 13 ടിക്കറ്റ് കാണും. അപ്പൊ ഇതിന്റെ ക്യാഷ് ഇന്ന് നഷ്ടമാണ് നമുക്ക്. അത് നഷ്ടം ഈ ടിക്കറ്റ് പ്രൈസും അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഈ ടിക്കറ്റ് ഞാൻ അങ്ങ് എടുത്തോട്ടെ, ഇന്നത്തെ വില വെച്ച് എടുത്തോളാം. അപ്പൊ ആ നഷ്ടം അങ്ങ് നികത്താലോ നമുക്ക്. അപ്പൊ ഇത് എത്ര? 13 ടിക്കറ്റ് അല്ലേ? 13 ടിക്കറ്റ് ആകുമ്പോൾ 14, 48, 48, 84, 520 രൂപ. 520 രൂപ. ഓക്കെ, 520 രൂപയാണ് ഇന്നത്തെ ടിക്കറ്റിന്റെ നഷ്ടം വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ. ഇത് ഞാൻ തരുന്ന എത്ര രൂപയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? പറ്റും. ഇതിപ്പോൾ 1000 ഇല്ലേ? ഉണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് കയ്യിൽ വെച്ചു. അപ്പൊ ഇന്നത്തെ ഈ ടിക്കറ്റ് ശരി ആയിക്കോട്ടെ. എന്തെങ്കിലും നോക്കണോ? അല്ല, പ്രൈസ് പിന്നീട് പ്രൈസ് നോക്കണം. പ്രൈസ് ലിസ്റ്റ് ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. പ്രൈസ് അപ്പോൾ ചേട്ടൻ തന്നെ നോക്കിയിട്ട് അത് പ്രൈസ് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ. അയ്യോ അല്ല, സുഹൃത്തില്ല. അപ്പോൾ എന്താ നമ്മുടെ അഡ്രസ്സ്? പേര് സനി. സനി. നമ്പർ, ടെലിഫോൺ നമ്പർ ഞാൻ ഇപ്പോൾ എന്തായാലും തന്നിട്ട് പോകാം. അല്ല അതല്ല, വെറുതെ ഞാൻ വെറുതെ ഒന്നും ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, വെറുതെ.